ഞാനൊരു ജി.സുധാകരനാകാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റാരെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നില്ല. പത്മകുമാറാണ്. വരട്ടെ, നമുക്ക് നോക്കാം. ആയിരിക്കും, അദ്ദേഹമാണല്ലോ എൻ്റെ ഈ അറ്റൻഡൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾ, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കാരണം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പാർട്ടി കമ്മിറ്റിയിലെ കാര്യം ഞാൻ പരസ്യമായി പറഞ്ഞൊരു കാര്യത്തെ പറ്റി മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. വളരെ ശക്തന്മാരല്ലേ. നമ്മുടെ ഭാവി കേരളത്തിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള തർക്കമൊന്നുമില്ല. ഇപ്പം നമ്മളില്ലാത്തതുകൊണ്ട് ഇത് മുഴുവൻ മോശമെന്ന് പറയാൻ ഞാനില്ല. ക്ഷണിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കമ്മിറ്റിയിൽ പങ്കെടുക്കാം, പക്ഷേ വോട്ടിംഗ് പവർ ഇല്ല. നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവർക്ക് അധികാരമില്ല. അവർക്ക് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ മന്ത്രിസഭയെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി പറയണമെങ്കിൽ അത് പറയാം. ഇത്രയേ ഉള്ളൂ. ഇല്ല, പുതിയ ആൾക്കാർ വരണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ എന്തായാലും എൻ്റെ ആഗ്രഹം ഞാനിവിടെ തുടങ്ങിയ ബ്രാഞ്ചിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന്. അല്ല, ഞാൻ ഇനിയിപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് എന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പാർട്ടിയിലാണെങ്കിൽ 75-ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്യണം. എനിക്ക് കിട്ടിയ ജോലിയിൽ ഞാൻ പോയിരുന്നത് 56-ൽ ഞാൻ റിട്ടയർ ചെയ്തേനെ. ഇപ്പം 66ആയി. ഞാൻ റിട്ടയർമെൻ്റാണ്. ഇല്ലില്ല, ഒന്നുമില്ല. നമുക്ക് CPM-നെ സംബന്ധിച്ച് ചില സംഘടനാ നിലപാടുകളുണ്ട്. ആ നിലപാടിനനുസരിച്ചേ പോകുള്ളൂ. പൊതുവായിട്ട് ഈ വീണ ജോർജിന്റെ വരവും പെട്ടെന്നുള്ള ഈ സാഹചര്യമൊക്കെ പലരും പറയുന്നുണ്ട്. അതായത് മന്ത്രിയാക്കിയിരുന്നു. അപ്പോൾ അവർക്ക് ഇത്രയും കിട്ടാനുള്ള പ്രൊമിനൻസ് കിട്ടാനുള്ള ഘടകം ഉണ്ടായിരുന്നു അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ. ഈ മന്ത്രിമാരായിരിക്കുന്ന എല്ലാവരും പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ വരണം എന്ന് ഇപ്പോൾ പറയുന്നതാണ്. കാരണം കഴിഞ്ഞ സമ്മേളന കാലയളവിലും അവർ മന്ത്രിയായിരുന്നു. 4 വർഷമായി. കഴിഞ്ഞ സമ്മേളനം 3 വർഷം മുമ്പ് നടക്കുമ്പോഴും അവർ മന്ത്രി. അതെ. അങ്ങനെയാണെങ്കിൽ ആ ഘട്ടത്തിൽ അവർ മന്ത്രിയായിരുന്ന ആളാണ്. ആ ഘട്ടത്തിൽ വരേണ്ടതാണ്. ആ തെറ്റിപ്പ് തിരുത്തിയതാണെന്ന് പാർട്ടി ചിലപ്പോൾ പറയും. വീട് നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ മന്ത്രിയാണ്. അതെ. ഈ ആറന്മുള മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് നല്ല മതിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കതൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലല്ലോ. ഇവിടെ നിങ്ങൾ വരാനിടയായ സാഹചര്യം ഇന്നലത്തെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇന്നലെ മുതൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ പോയിന്റേ ഉള്ളൂ. എന്താ പോയിന്റ്? ഒരു പാർട്ടി കമ്മിറ്റിയിലേക്ക് ഒരാളിനെ എടുക്കുമ്പോൾ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ച് വേണം. അത് വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല. അത് തെറ്റായിപ്പോയി എന്നുള്ളത് ഞാൻ പരസ്യമായി പറഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ പോയിന്റ്. അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. അതിനകത്ത് വേറെ ഒറ്റ കാര്യമില്ല. കാരണം ഇവിടുത്തെ മണ്ഡലത്തിലെ പ്രവർത്തനം സംബന്ധിച്ച് മോശമാണെന്നില്ല. വീണ ജോർജിൻ്റെ കഴിവിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. AK ബാലൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ല. ജില്ലാ സെക്രട്ടറി പറഞ്ഞത് തെറ്റായെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. ഇപ്പം വേറൊരാളാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തിയെങ്കിൽ നടപടി എടുക്കണമെന്ന് ഞാൻ തന്നെ ആദ്യം ആവശ്യപ്പെടും. അക്കാര്യത്തിൽ സംഘടനാപരമായി കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ സ്വയം തന്നെ പറഞ്ഞത്, ഞാനിവിടെ ബ്രാഞ്ചിൽ നിൽക്കാൻ എന്നെ തരം താഴ്ത്തുവോ അങ്ങനെ തരം താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ മറ്റേ നെല്ലിപ്പലക കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തു പോകാൻ ഒക്കത്തില്ലല്ലോ. നെല്ലിപ്പലകയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആ നെല്ലിപ്പലകയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അത് പറ്റത്തില്ലെങ്കിൽ പിന്നെ പുറത്താക്കൽ നടപടിയാണ്. അതാണ്. ഇല്ലില്ല, ഞാൻ ഈ CPM-നകത്ത് അങ്ങനെ ഒരു ഏർപ്പാടില്ലല്ലോ. എനിക്കറിഞ്ഞൂടാ. ഇനി ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അത് എവിടെയും പറയും. അല്ല, അത്രേ ഉള്ളൂ. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ആ ഒരു ചെറിയ പോയിന്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പോയിന്റും ഇല്ല. അതിനെ കൂട്ടിക്കെട്ടി കണ്ണൂരുകാരെ എടുക്കാതിരുന്നതോ മറ്റേവരെ എടുക്കാതിരുന്നതോ ആറന്മുള മണ്ഡലത്തിലെ വികസനം അതൊന്നും എനിക്ക് ബാധകമല്ല. അതൊക്കെ ഞാൻ CPM-നോടൊപ്പം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയത് CPM-ലാണ്, ഇപ്പോഴും CPM-ലാണ്, നാളെ CPM തന്നെയാവും. അതെന്താണെന്നറിയാമോ? അത് ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഈ BJP-യുടെ UDF-ൻ്റെ ഒക്കെ കാര്യം അവർ ആദ്യം തീർക്കട്ടെ. തീർത്തിട്ട് ബാക്കി പറയട്ടെ. അപ്പോൾ നമുക്ക് ആലോചിക്കും.